ചേട്ടാ ഗുഡ് മോർണിംഗ്. വലയിട്ടേക്കാണോ? ആ അങ്ങനെ കടന്നു നോക്കൂടെ? ഞാൻ കുറച്ച് നേരം ഈ തൂണ് കെട്ടിയിട്ട് കിടക്കട്ടെ. ബാ എങ്ങോട്ട് വാ, മീൻ കിട്ടിയാൽ കാണിച്ചോണ്ട. ഞാൻ കുറച്ച് നേരം കെട്ടിയിട്ട് ഈ കച്ചറയൊക്കെ ഒന്ന് അവിടെ ഒരു 3 ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട്. അവരിങ്ങനെ കാലയിൽ ബാലൻസ് ചെയ്തിട്ടാണ് നിർത്തിയേക്കുന്നത്. ടാങ്കറൊന്നും ഇട്ടിട്ടില്ല. കാലിൽ ഇതിന് തുഴയിങ്ങനെ വെച്ചിട്ട് പതിയെ ഇങ്ങനെ പുറകോട്ട് 3 ആൾ ഒരേ ഇതിലാണ് നിൽക്കുന്നത്. മീൻ കിട്ടുന്നുണ്ടാ? കിട്ടിയാൽ അങ്ങോട്ട് പോയാൽ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് പൊരിച്ചടിക്കാം. ലെഫ്റ്റും റൈറ്റും നമുക്ക് 2 കാവൽക്കാരുണ്ട്. അവരാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പം നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ വെറുതെ കെട്ടഴിച്ച് വിട്ടാൽ തന്നെ താനെ പൊക്കോളും. ഇപ്പോൾ നല്ല സമയമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നില്ല. നമ്മൾ അവിടെ ആ കാണുന്നതാണ് മുസ്ലിംസിൻ്റെ ബോട്ട് ജെട്ടി. അവിടെ നിന്നാണ് ശരിക്ക് നമ്മുടെ വാട്ടർ വേ സ്റ്റാർട്ട് ചെയ്ത്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടിട്ട് അങ്ങനെ പോവാം. ചേട്ടത് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വാ, അടുത്തിട്ട് വാ. മീൻ പിടിക്കുന്ന ഒരു വീഡിയോ എടുക്കട്ടെ. എന്താ ഇതിടുന്ന് ബൈറ്റ് എന്താ ഇടുന്ന്? ചെമ്മീൻ. സെറ്റപ്പൊക്കെ ഒന്ന് കാണിച്ചോണ്ടേ, ഞാനും പിടിക്കട്ടെ. മീൻ ലൈവാ ഇതെങ്ങനെ ഒഴുകാതെ? അത് വലിയൊരു ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് അല്ലേ? എക്സ്പീരിയൻസ്. വലിയ ടെക്നോളജി ഒക്കെ വരുന്നതിന് മുന്നേ മനുഷ്യൻ്റെ അങ്ങനെ വലുതും ചെറുതൊന്നുമില്ല, എല്ലാവരും ഒന്നുമില്ല. ഞാൻ പിടിക്കണ ആ കയറിങ്ങുന്നത് ഞാൻ തടഞ്ഞിട്ട് പോയിട്ടുണ്ട് അല്ലേ? ഇത് മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന മീൻ അല്ലേ? ഇത് പിടിച്ചതാ എന്ത് ഈ മീൻ? ഈ ചെമ്മീൻ ഇത് ലൈവ് അല്ലേ? ഇത് സൈഡിൽ നിന്ന് പിടിക്കുന്നത് ചൂടൻ ചെമ്മീൻ. അത് വലയിട്ട് ഇത് നാരൻ ചെമ്മീൻ ഇവിടെ ഉണ്ട്. ലൈവ് കുറെ ഉണ്ട്. ഉക്ക് ഏതാ? ഈ ഉക്ക ഇടണേ? ഇത് ഇടും. ഇത് വണ്ണം കുറഞ്ഞത്. ചെറിയ മീൻ ഇടുമ്പോ വണ്ണം കുറഞ്ഞത്. കിട്ടിയ മീൻ ഇവിടെ? മീൻ അതിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല. പൊളിപ്പിച്ച് വെച്ചേക്കുമല്ലേ? ഇവിടെ ആരോ കണ്ടു ഞാൻ. ഇതെന്തായിരുന്നു? മറ്റേ സൂപ്പർ സാധനം. അവിടെ ഒരു വലിയ സാധനം ഉണ്ടല്ലേ? ഇത് അത്യാവശ്യം തൂക്കണ്ടല്ലേ? ഗുഡ്. ഒരെണ്ണം കൂടി നമുക്ക് ലൈവായിട്ട് പിടിക്കണ. അങ്ങനെ നേരത്തെ പിടിച്ച തന്നെ കൊളത്തിയിട്ട് വീണ്ടും ലൈവ് ആക്കണല്ലേ വീഡിയോക്ക് വേണ്ടിട്ട്? മനസ്സിലായില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ അതും കൊണ്ട് വലിച്ചിങ്ങോട്ട് വന്നിരുന്നില്ലേ? ആൾക്കാരെ പറ്റിക്കണ പരിപാടി അത് വേണ്ട, നമുക്ക് കിട്ടും, പേടിക്കണ്ട. ഞാൻ ഭയങ്കര ആശയമുള്ളവരാന്ന് പറയണേ. എൻ്റെ കൂടെ കൂടിയാ നല്ല ചാകര എത്ര. ഓ കണ്ടല്ലേ? എന്നിട്ടാണ് ഈ അഭ്യാസം കാണിക്കണല്ലേ? എവിടെ പോയാലും പണിയാണ്. കിട്ടി. ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ട് ഇപ്പോ എത്രയായി? വാ കിട്ടി, മുതല് കിട്ടി. കുഞ്ഞിനാണെങ്കിലും മറ്റുള്ളത് മറ്റേ സാധനമല്ലല്ലോ. എന്തോട് നല്ലൊരു പോലട്ടാ. എത്ര ഡയലോഗ് അടിച്ചതാണ് ഞാൻ. സെറ്റ് സാധനം. നമ്മൾക്ക് ഇതേപോലെ പിടിക്കണം. ഇവിടുന്നേ വെള്ളം ഇറങ്ങി കൂടുതൽ ഫോഴ്സ് വരാൻ എത്ര സമയം എടുക്കും? 10-10 ആവില്ലേ? ഉച്ചയാവില്ലേ? കുറച്ച് നേരം ഇവിടെ നിൽക്കാം അല്ലേ സേഫായിട്ട്? എന്നാൽ ഞാനും ചൂണ്ടിടട്ടെ. ചേട്ടൻ്റെ കൂടെ തന്നെ ചൂണ്ടെടുത്തിട്ടുണ്ട്. ഒക്കെ ചേട്ടൻ തന്നെ സെറ്റ് ചെയ്ത് തരണം. ഞാൻ അങ്ങനെ എറിഞ്ഞിട്ട് പിടിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വയ്യ. ലൈവ് അങ്ങോട്ട് കുളത്തിക്കോ. മാർക്കറ്റ് എടുത്താൽ പറയാം.
ഇത് വാലയില കൊളത്തിക്കണല്ലേ? അല്ലാണ്ട് അങ്ങ് വിടണോ? ഇതെല്ലാം ഉടക്കിടല്ലേ? കവിതേ റിലാക്സ് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പരിപാടിയല്ലേ? അരിക്ക് വേണ്ടിയുള്ള ടെൻഷൻ അടിച്ചിട്ടുള്ള പരിപാടിയാണ്. 500 റുപ്യ ഡെയിലി കിട്ടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് പറഞ്ഞത് നല്ലല്ല. അല്ല ഞാൻ പറയാ നമുക്ക് അല്ല ഞാൻ പറയാ എന്തേലൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് നിൽക്കുമ്പോഴേ പലരും ദിവസക്കൂലിക്ക് പണി കിട്ടുന്ന അങ്ങനത്തെ ഇതിലെ കൂടുതൽ പോണല്ലേ ഉറപ്പുള്ളത്. ഇപ്പഴും പോകുന്നുണ്ടല്ലേ? മറ്റൊരു രണ്ടാളുണ്ടെന്നവർ പോയാ? ഒരു ചേട്ടൻ അവിടെ ഉണ്ട്. ഓ വലിയ മീനൊക്കെ നല്ല രാത്രി കൊത്തിയിട്ടുണ്ടോ? ഞാൻ പോയില്ല, വെളുപ്പിന് 4 മണി കഴിഞ്ഞപ്പോ 4 മണിക്ക് വീട്ടിൽ എനിക്കുള്ളൂ. ഇപ്പൊ അങ്കായോ ഒരു കയറിൽ എവിടെയെങ്കിലും കൊളത്തിട്ടൂടെ? കാലിൽ നിന്ന് എങ്ങാനും തെറിച്ചാ പോയാലും നേരെ എടുക്കല്ലേ? പോകൂല. അതിന്റെ കൺട്രോളിങ് ഭയങ്കര ഇഷ്ടമായി. കാലയില് ഉള്ളൊരു വിരലൊക്കെ അങ്ങനെ സെറ്റ് ആയിക്കണല്ലേ? ഇറുകിയിട്ട് കാലൊക്കെ അതേ ഒരു രീതി തന്നെ. എനിക്കതേ ഒരു ഫീലുണ്ട്. നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാത്ത ആളേ കാല് എപ്പോഴും വെള്ളം തട്ടി തട്ടിട്ട് പൊള്ളക്കൂലേ? പിന്നെ പൊള്ളല്ലേ? വെള്ളം കളി പോയിട്ടാ? അന്ന് അതിന് ശേഷമാണോ ഈ ആക്സിഡന്റ് ഉണ്ടായത്? 2011 അതിന് ശേഷമാണ് ആക്സിഡന്റ് ആയത്. എന്ത് പറ്റിയതാ? തേയ്മാനം ബോള് പോയി. പിന്നെ പൊള്ളി പാചകപ്പണിക്ക് പോയപ്പോ ഗ്യാസിന്റെ വയറുമ്പ തട്ടി അകത്തോട്ട് ഏത് വർഷത്തിലാണ് നെഹ്റു ട്രോഫി അടിച്ചത്? 2011. അടുത്തത് രണ്ടാമത്തെ വറ്റ. എൻ്റെ ചൂണ്ടയിൽ മാത്രം കൊളുത്തണില്ല. അവനോട് കിട്ടി. ഞാനിവിടെ കുറേ നേരമായിട്ടിട്ട് കഴിച്ചോണ്ടിരിക്കുന്നു. ക്ഷമ വേണം, നല്ല ക്ഷമ വേണം അല്ലേ? ആ മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അവസാനം ചേട്ടൻ്റെ ഒരു മീൻ മേടിച്ചു. ഇന്നിപ്പോൾ ഡിന്നറിന് പിന്നെ ചെമ്മീനും ഉണ്ട്. ചേട്ടൻ പോവാണോ? അപ്പോൾ 10 മണി വരെ ഉള്ളൂ ചേട്ടൻ്റെ ജോലിക്ക് പോകണ്ടല്ലേ? ജോലിക്കല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കാറ്റൊക്കെ ആയില്ലേ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലേ? പിടിക്കണില്ല. മീൻ പിടിക്കണി 12 മണി വരെ, എത്ര മണി വരെ വേണമെങ്കിൽ കിടക്കും കിട്ടുകയാണെങ്കിലേ. കിട്ടാണ്ട് വെറുതെ കിടന്ന് നേരം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. പേര് ഞാൻ ചോദിച്ചില്ല, എന്തായിരുന്നു? എൻ്റെ ജോപ്പൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി എവിടെയൊക്കെ വെച്ച് കാണാം. വാല് കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ നേരെ പുഴയെ പോയിരുന്നു. കരയെല്ലാം ചെമ്മീനും കൂടി നന്നാക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ മസാല ഉണ്ടാക്കി വെച്ചേക്കുവാണ്.
നമ്മുടെ വറ്റ ഒന്ന് മസാല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് പിടിച്ചോളും. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീൻ മസാല, ഇച്ചിരി കുരുമുളക് ഇട്ടിട്ടുണ്ട്. പുഴ റഫാകാൻ വേണ്ടി മുന്നേ വേഗം പൊരിച്ചടിച്ച് കഴിച്ചിട്ട് ഇവിടുന്ന് പോകണം. നേരത്തെ പോലെ ആവില്ല. ഒരു ഉച്ച വരെയൊക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്, 12 മണി വരെയൊക്കെ. അതിന് ശേഷമുള്ള സമയം ഇച്ചിരി പാടായിരിക്കും. നല്ല തിളച്ച എണ്ണയ്ക്ക് അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് പൊരിക്കണം. എണ്ണ വേണ്ട. ഇങ്ങനെ വെച്ചിട്ട് ഒരു ഹാഫ് വേവിൽ ഇങ്ങനെ സെറ്റാക്കി എടുക്കുക. ഇന്നലത്തെ തന്നെ ചോറ്, ഇന്നലെ ഉണ്ടാക്കിയ ചോറ് കുറച്ച് ബാക്കിയുണ്ട്, അത് മതി. അപ്പം അധികം വിശപ്പൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് കിട്ടിയപ്പോൾ നേരത്തെ നമ്മൾ പുട്ടും കടലൊക്കെ കഴിച്ചല്ലേ, അല്ല പുട്ടല്ലേ, അപ്പവും കടലയും. അപ്പോൾ ഈ അടുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാറ്റിൻ്റെ പ്രശ്നമില്ല. മെയിനായിട്ട് ഇത് കത്തുന്നുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് നോക്കണം. ഫ്ലെയിം തീരെ കാണാനില്ല. ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നു. നമ്മുടെ യാത്രയിൽ മാക്സിമം നമ്മൾ വെളിച്ചെണ്ണയും ഓയിലൊക്കെ ഒഴിവാക്കിയിട്ട് നെയ്യ് പരിപാടികൾ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. സെറ്റായി വരുന്നുണ്ട്. നെയ്യൊക്കെ ചൂടായി, വെള്ളമൊക്കെ പൊട്ടതിനകത്ത് ചെറിയ വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമുക്ക് പതിയെ വറ്റേനെ ആദ്യം കൊണ്ട് ഇറക്കി കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി കുറക്കട്ടെ. ഞാനെങ്കിൽ ചെമ്മീനും കൂടി കുറച്ച് ചെമ്മീൻ എടുത്തുള്ളൂ, ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചു. എന്താ വൈബിലെ പൊളി, ഒരു രക്ഷയില്ല. നമ്മളെന്തായാലും വലിയ പണക്കാരൊക്കെ വലിയ പൈസയൊക്കെ ആയിട്ട് യാറ്റോ അല്ലെങ്കിൽ വലിയ ഹൗസ് ബോട്ടോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു സെറ്റപ്പോ ഫിഷിംഗ് ബോട്ടോ ഒന്നും മേടിക്കാൻ പോകുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഏത് കാലത്ത് എപ്പോൾ ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സെറ്റപ്പൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ട് ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. മതി, അതൊക്കെ മതി. ചട്ടിയിൽ കിടന്നിട്ട് ഒരു വറ്റ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ അവിടെ ആരൊക്കെയോ വന്ന് ചാടി കളിക്കുന്നുണ്ട്. കാറ്റത്ത് നല്ല സ്മെല്ലിങ്ങനെ സ്പ്രെഡായി പോകുന്നുണ്ട്. എന്നിട്ടില്ല, ഒന്നും കൂടി വേവിക്കാണ്ട്. പക്ഷെ ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പതുക്കെ സ്ലോ കുക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഫിഷിനെ ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് ഇത്തിരി ചോറ് ബട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ചെമ്മീനും വറ്റ പൊരിച്ചതും ഇന്നലെ വെച്ച ചോറായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാക്കുകയും ചെയ്തു. ആ ബട്ടറും മസാലയും എല്ലാം കൂടി അത് പിടിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഒരു പീസ് വറ്റ ഇങ്ങനെ വെച്ചിട്ട്, ചൂടാണ്, ചൂട് ഒരു കഷ്ണം ഇതിങ്ങനെ വെച്ച് സ്വന്തം നടുക്ക് ഇങ്ങനെ ഇരുന്ന് ക്യാമ്പ് ചെയ്തിട്ട്, ആഹാ, സ്വപ്നത്തേക്കാൾ സുന്ദരമാണി ഒന്നും പറയാ. എൻ്റെ പൊന്നോ, അതാണ് ടേസ്റ്റുള്ള മീനല്ലേ. എല്ലാം നല്ലതിന്. ഇന്നലെ അവിടെ കുടുങ്ങിയ കാരണം ഇന്ന് ഇവിടെ വന്നെത്തി. കറക്റ്റ് ടൈമിൽ ചേട്ടനെ കിട്ടി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വേറെ പണിയൊന്നുമില്ല. ചൂണ്ടയിടുക, നേരം മടുക്കുമ്പോൾ തന്നെ നല്ല സ്ഥലം കണ്ടു പിടിക്കുക, ചൂണ്ട സെറ്റാക്കുക, മീൻ പിടിക്കുക, തിന്നുക. അവിടുന്ന് ആരോ നമ്മളെ വിളിച്ചു, സബീലെ എന്ന് വിളിച്ച പോലെ എനിക്ക് തോന്നി. പോയേക്കട്ടെ.
എന്തിനാടാ അങ്ങനെ കുറക്കണേ? വീടാണല്ലേ? വീടാണല്ലേ? പുള്ളിയുടെ വന്നാണോ? ആ ചിലപ്പോ. ഓക്കെ ഓക്കെ. എവിടെ പോയി പുള്ളി? ആ അവിടെ അത് കിട്ടി. ഇത് ഈ കയറിൻ്റെ അടുത്ത പിടിച്ചോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റോട്ടോ. വലിയ കാറ്റില്ലല്ലേ? ആ എല്ലാ സ്വന്തം ഉണ്ടാക്കിയ ഇവിടെ ചൂണ്ടിട്ട് കിട്ടുമോ? പറ്റ ഒന്നും കൂടി കൊണ്ട് കഴിച്ചാൽ കൊള്ളാന്നൊരു. പക്ഷെ ഇനി ആരെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് തന്നെ നേരിട്ട് പിടിച്ചിട്ട് ഈ പുള്ളിയാണോ വന്നെന്ന് പറഞ്ഞേ? ഹായ്. പുള്ളിയുടെ ഹെൽമെറ്റ് വെക്കാൻ വേഗം വെക്കാൻ പോലെ സ്വന്തം പരിപാടിയാണോ? എനിക്ക് തന്നെയാണ് പരിപാടി. അല്ലെ പിന്നെ മണ്ണിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞേ? വേറെന്ത് ചോദിച്ചു? ഈ മീനിപ്പോ കുറവാണ്. ആ കാരണം കിട്ടല് കുറവല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ചൂണ്ടക്കാരുണ്ടാണ്. അവരൊക്കെ കൊച്ചിലോട്ട് പോയി. കൊച്ചിയിലുണ്ട്. ഇതേപോലത്തെ നമുക്ക് അധികം ഒന്നും വേണ്ട, കറി വെക്കാൻ 1 2 മറ്റേ എന്ത് പേര്? അനൂപ്. ഇത് എനിക്കാണാ ദൈവമേ, അതിനകത്ത് വെക്കാൻ സ്ഥലമൊന്നുമില്ല. ആ ഇവിടെ നിന്ന് കഴിക്കാം. നിന്നെ തെരഞ്ഞ് മറ്റേ ഇവിടെ പോയി അപ്പൊ വിളിക്കാന്നില്ലേ? അക്കൗണ്ടിൽ എല്ലാത്തിലും ഉണ്ട് നമ്പർ. ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില്, യൂട്യൂബിലൊക്കെ. എവിടെ വീട്? ഇവിടെ തന്നെ. ഒരിക്കൽ കമന്റ് ഇട്ടിരുന്നോ? അതാണ് കമന്റ് ഇട്ടിട്ടുണ്ട്. കോട്ടപ്പുറത്തും ഈ വഴിക്കാണ് ഞങ്ങളുടെ വീട്ടിലെന്തോ പുള്ളി ഇട്ടായിരുന്നു. ഞാനില്ല, ഞാൻ അപ്പുറത്തെ ജെട്ടില്ലേ അവിടെ കിടന്നത്. ഇന്നലെ ഇങ്ങോട്ട് കയറാൻ നോക്കി, പക്ഷെ അപ്പത്തേക്ക് വലിയ വന്നിട്ട് പിന്നെ അങ്ങോട്ട് ബാക്കിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ആ മരത്തിൻ്റെ അവിടെ തങ്ങി നിന്ന് രാത്രി ഇങ്ങനെയൊക്കെ ജെട്ടിയുടെ അവിടെ എത്തി. പിന്നെ അവിടെ കിടന്നുറങ്ങി. അവിടെ പോലീസുകാരുണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ അവരുടെ കൂടെ അവിടെ കിടന്നു. എന്നിട്ടിപ്പോൾ കാലത്ത് അവിടെ നിന്നിട്ട് എല്ലാം കൊണ്ടും പൊളിയാണ് കേട്ടോ. ചേട്ടൻ വരുമ്പോ പേരെ വിട്ടുപോയി. ഇതേ മറിഞ്ഞു. ചക്രവത്ത, പഴം, വേറെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതേ ചേട്ടന്മാര് കുറെ ചേട്ടന്മാരുണ്ട്. ബബിൾസ്, നാരങ്ങ, ഫുൾ സെറ്റാണ്. ഈ ടോർച്ചൊക്കെ എന്താ അങ്ങനെ തൂക്കിട്ട് ഇവിടെ? അതേ പറഞ്ഞിട്ട് പോ. ടോർച്ചൊക്കെ അതിന് ഇത്ര അധികം അപ്പൊ വീണ്ടും ബാറ്ററി ഇട്ടാ പോയിട്ട് ഉപയോഗിക്കാൻ കളയാ അല്ലേ? ബാറ്ററി മാറ്റി ഉപയോഗിക്കണ പരിപാടിയൊന്നുമില്ല. റിച്ച് ലൈഫാണ്. ബോട്ടുകൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അടിക്കത്ര നോക്കാം. അങ്ങനെ ഉണ്ടായിട്ട് അടി കാണട്ടെ ഞാൻ. ഓളം വരുന്നുണ്ട്. ആ ടയറുണ്ട് അവിടെ. കാരണം ഇങ്ങനത്തെ സമയത്തൊക്കെ കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ? രാത്രി കിടക്കുമ്പോൾ ബോട്ടൊക്കെ പാസ് ചെയ്തേ. ആ ശരി തെറ്റാ വർത്താനുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇത്തിരി ദൂരം നേരത്തെ വന്ന അതേ കുറ്റി തന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഓളമുണ്ട്, കാറ്റ് ചെറുതായിട്ടുണ്ട്. പക്ഷേ ഈ ഓളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കണില്ല, അങ്ങനെ ഇതാക്കുന്നു. പക്ഷെ നല്ല രസമുള്ളൊരു ഓളമാണ്. ഞാൻ എന്തായാലും ഈ ഭാഗത്ത് തന്നെ നിന്നിട്ട് എനിക്ക് നേരിട്ടൊരു മീൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഒന്നുകൂടി ഞാനിവിടെ ചൂണ്ടിട്ട് നോക്കട്ടെ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മളിവിടെ തന്നെ സ്റ്റേ ചെയ്യും. അവരെല്ലാവരും ചിലപ്പോൾ ഈ വഴിക്ക് കൊണ്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട് രാത്രി.
കാറ്റുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. കണ്ട എവിടെയും ഷീറ്റൊന്നും കയറി പിടിക്കുന്നില്ല. ചെറുതായിട്ട് ഒന്ന് മേലക്കൂടെ പിടിച്ചാലും ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനെ മറിക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. നല്ല സൺസെറ്റ്, നല്ല കാവൻ ക്വയറ്റ് സ്ഥലം. അതാണ് ഞാൻ അധികം ഒച്ചത്തിൽ സംസാരിക്കാത്തത്. അതിൽ അത്രയും സൈലൻ്റായി കിടക്കുന്ന സാധനമല്ലേ, അപ്പോൾ പെട്ടെന്ന് എല്ലായിടത്തേക്കും അവിടെ ആരെങ്കിലും കഥ പറയുന്നത് സംസാരിക്കുന്നതൊക്കെ അവിടെ നിന്നുകൊണ്ടും കേൾക്കാം. വെള്ളത്തിൻ്റെ ഒരു കണക്ഷനും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അത്രയും ഒരു ഓപ്പൺ എയർ ഇതായതുകൊണ്ടായിരിക്കാം. ആ കണ്ടു. ഞാൻ കുറച്ച് നേരം രാത്രി ഇവിടെ നിന്നിട്ട് ഫിഷിംഗ് ഒക്കെ ആയിട്ട് ഞാൻ എത്ര നേരം അവിടെ ഇരുന്നത്. ഞാൻ അവിടെ തുടങ്ങാ കറങ്ങിട്ട് വാ. അങ്ങോട്ടോ? ഏത് ഭാഗത്താ കൂടുതൽ മീൻ കിട്ടുക ഇപ്പം? ഏത് ഭാഗത്താ കൂടുതൽ മീൻ കിട്ടുക? പോയിട്ട് വാ. എവിടെ ഉണ്ടാവും? ആ രാത്രി ഇവിടെ ഉണ്ടാവും ഞാൻ. ഓക്കെ. പറന്ന് എൻ്റെ പൊന്നു. ഇന്നലെ അവിടെ കിടന്ന് എന്നെ ഇവിടെയുള്ള ആൾക്കാരെ വിളിച്ച് വരുത്തി. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. രാത്രി ഇവിടെ ഇവരുടെ കൂടെ കുറേ നേരം ഇവിടെ ഒരു 10-11 മണി വരെ എല്ലാവരും ഉണ്ടായിരുന്നു. കമ്പനി കൂടലും കാര്യങ്ങളും. ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. കുറേ ആൾക്കാരൊക്കെ ബോട്ടിനകത്ത് തന്നെ ഇരുന്നാണ് അതിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് രാത്രി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ കളറായിരുന്നു. അപ്പോൾ നേരം വെളുത്തു. ഇത് കാലത്ത് അല്ല, ഇന്നലെ രാത്രി ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ ഇവിടം വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. വേലിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വെള്ളം കയറി. ഇപ്പം ഇറങ്ങി വന്നു, പഴയ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേലി ഇറക്കമാണ്. അപ്പോൾ ഇപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചവിട്ടി പോവാം. ഇല്ലാതെ കാറ്റുമില്ല. പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയുള്ള ഒരു ചേട്ടൻ്റെ ഇത് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പല്ല് തേപ്പും ബാത്റൂം പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. ടാറ്റാ. അയ്യോ എല്ലാവരും കൂടി അവിടുത്തെ ചേച്ചി ചായയും ഇതൊക്കെ തന്നു. നമ്മളിത് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് പോവാണ്. ബൈ ബൈ. കുറേ ദിവസത്തിന് ശേഷം ഒന്ന് നല്ല വെള്ളത്തിൽ കുളിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം.